നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂർ വീണ്ടും റിമാൻഡിൽ. ബോബിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തത് തക്കതായ ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അതേസമയം ബോബി ചെമ്മണ്ണൂർ തെറ്റായ ഒന്നും ചെയ്തിട്ടില്ല എന്നും ജാമ്യം അനുവദിക്കണമെന്നതുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അതിനിടെ പ്രതിക്കൂട്ടിൽ ബോബി ചെമ്മണ്ണൂർ തളർന്നിരുന്നു. ബോബിയെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി മോൾ കൂടി ചേരുന്നുണ്ട്. അശ്വതി, നമ്മൾ രാവിലെ മുതൽ കണ്ടത് വലിയ വാദപ്രതിവാദങ്ങളായിരുന്നു ഇരുഭാഗങ്ങളിൽ നിന്നും ഉണ്ടായത്. ഇതൊക്കെ കേട്ടതിന് ശേഷം കോടതി എന്താണ് ഈ ജാമ്യം തള്ളിക്കൊണ്ട് പറഞ്ഞത്? അശ്വതി, ഇന്ന് കോടതി ജാമ്യം റദ്ദാക്കുന്നു എന്ന കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉത്തരവ് വന്നാലാണ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഉത്തരവ് അല്പസമയത്തിനകം തന്നെ അതിന്റെ കോപ്പി നമുക്ക് ലഭ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ജാമ്യാപേക്ഷ തള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോടതിയുടെ ഈ ഉത്തരവ് അറിയിപ്പ്. അത് കേട്ട ഉടൻ തന്നെ ബോബി ചെമ്മണ്ണൂർ, പ്രതിക്കൂട്ടിലിരുന്ന ബോബി ചെമ്മണ്ണൂർ അവിടെ തന്നെ തളർന്നിരിക്കുകയാണ് ചെയ്തത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ബോബി ചെമ്മണ്ണൂരിനെ തൊട്ടടുത്ത ഓഫീസ് മുറിയിലേക്ക് മാറ്റി. ഈ ബോബി ചെമ്മണ്ണൂരിന് ഇവിടെ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുക. ഉയർന്ന രക്തസമ്മർദ്ദമാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നത്. മറ്റ് വൈദ്യ പരിശോധനകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും കുറച്ച് ദിവസം ആശുപത്രിയിൽ കിടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ബെയിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു അപ്പീൽ പോകാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലേക്കൊക്കെ ആണ് സാധാരണഗതിയിൽ ഇത് പോകാറുള്ളത്. നേരത്തെ ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നേരത്തെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ കാലിന് ചെറിയ മുറിവുകളുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഈ രക്തസമ്മർദ്ദം പോലെയുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ല. എന്തായാലും ഈ ജാമ്യം തള്ളിക്കൊണ്ടുള്ള തീരുമാനം കേട്ട അപ്പോഴാണ് ബോബി ചെമ്മണ്ണൂരിന് ഇത്തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഇതിനു മുൻപ് രാവിലെ ഈ കേസ് എടുത്ത സമയത്ത് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് പ്രോസിക്യൂഷനും ഒപ്പം തന്നെ പ്രതിഭാഗവും തമ്മിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് ഈ കേസിന് ആസ്പദമായിട്ടുള്ള പരിപാടി നടന്ന ദിവസത്തെ സംഭവ വികാസങ്ങളാണ്. ആ പരിപാടിയിലാണ് വളരെ മോശമായി പെരുമാറി എന്നുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി നടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ആ പരിപാടിക്ക് ശേഷവും അതൊരു ആലക്കോട്ടെ പരിപാടിയാണ് ഇതിന് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ആ പരിപാടിയുടെ ദൃശ്യങ്ങൾ കാണുന്നതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആ പരിപാടിക്ക് ശേഷവും ബോബി ചെമ്മണ്ണൂരും നടിയുമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. ആ പരിപാടിയുടെ ഫുട്ടേജുകൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തത് നടി തന്നെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പ്രതിഭാഗം വാദിച്ചിരുന്നത്. അതായിരുന്നു രാവിലെ നടന്ന പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പക്ഷേ നടിയുടെ പരാതിയിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അന്ന് തനിക്ക് വളരെ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ ഉള്ള ചില പരാമർശങ്ങൾ ഒപ്പം തന്നെ പെരുമാറ്റം അതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ആ പരിപാടിയുടെ കോർഡിനേറ്ററെ വിളിച്ച് അറിയിച്ചതാണ്. തന്റെ അമ്മയാണ് കോർഡിനേറ്ററോട് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇന്ന് പ്രോസിക്യൂഷനും വാദഗതിയായിട്ട് ഉന്നയിച്ചത്. മാത്രമല്ല അത് പരാതിക്കാരുടെ പരാതിയിലും കഴിഞ്ഞ ദിവസം നമ്മൾ ആ പരാതിയുടെ കോപ്പിയൊക്കെ കണ്ടതാണ്. അതിലും ഇതേ വാദം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലും ഒപ്പം കഴിഞ്ഞ ദിവസം നടി തന്നെ 164 സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ നേരിട്ട് നൽകിയിരുന്നു. ആ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ തള്ളി ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിടാനുള്ള ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. എന്തായാലും നിരവധി കാര്യങ്ങൾ നേരത്തെ രാവിലത്തെ വാദപ്രതിവാദത്തിൽ
പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സ്വഭാവ സവിശേഷതയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഒരുപാട് പേർക്ക് ജോലി നൽകിയ വ്യവസായിയാണ് പ്രതിഭാഗത്തുള്ളത്. 30 മണിക്കൂർ ഈ വ്യവസായി പോലീസിന്റെ കസ്റ്റഡി, അതായത് ബോബി ചെമ്മണ്ണൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങൾ അല്ല ഇതിനു മുൻപ് ഉണ്ടായിരിക്കുന്നത്. അതായത് ദേവി പരാമർശം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ലൈംഗിക ചൊവ്വയോട് ഉള്ളതല്ല. മാത്രമല്ല ഫോണുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ജാമ്യം നൽകിയാൽ എങ്ങനെയാണ് അത് കേസിനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു പ്രതിഭാഗം വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്നും അവർ പ്രതിഭാഗം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ശരിയല്ല എന്ന്, അത് വേണ്ട വിധത്തിൽ മജിസ്ട്രേറ്റിനെ കോടതിയെ ബോധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് ഈ ഒരു തീരുമാനത്തോടെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോൾ വളരെ അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് കോടതിയിൽ നടന്നത്. ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും പ്രതിക്കൂട്ടിൽ ഉണ്ടായിരുന്ന ബോബി ചെമ്മണ്ണൂർ അവിടെ തളർന്ന് വീഴുകയായിരുന്നു. അവിടെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. തൊട്ടടുത്ത ഓഫീസിലേക്ക് അദ്ദേഹത്തെ മാറ്റി ഇനി ആശുപത്രിയിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകും. മറ്റ് അടിയന്തരമായി ചെയ്യേണ്ട ആവശ്യങ്ങൾ, അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങൾ ആശുപത്രി പരിശോധിച്ചതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം, അതായത് ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. അതാണ് നിലവിലെ ഒരു അവസ്ഥ. അശ്വതി, ജാമ്യം കിട്ടിയേക്കാവുന്ന 2 വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയത്. അത്രത്തോളം പ്രോസിക്യൂഷന്റെ ഒരു വിജയം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് IPC അല്ല ഇപ്പോഴത്തെ നിയമമെന്ന് ഇന്ന് പ്രോസിക്യൂഷൻ പരാമർശിച്ചു. ഒപ്പം പ്രതി പരാമർശങ്ങൾ ആവർത്തിക്കുന്നു. ജാമ്യം നൽകിയാൽ നീതി ലഭിക്കില്ല, പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്, ജാമ്യം നൽകിയാൽ സമൂഹത്തിന് കൂടി തെറ്റായ സന്ദേശം നൽകുമെന്ന് അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് ഇന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചു. ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരുന്ന വകുപ്പുകൾ നോൺ ബെയിലബിൾ ആണ്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ നോൺ ബെയിലബിൾ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ് ചെയ്യുക, സ്റ്റേഷൻ ജാമ്യം വിടില്ല. അപ്പോൾ അതിന് ശ്രമിക്കാനുള്ള ഒരു സമയം കൊടുക്കാതെ തന്നെ പോലീസ് വളരെ വേഗത്തിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. പിന്നീട് ജാമ്യം അപേക്ഷ നൽകുക എന്നത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ജാമ്യാപേക്ഷയിലാണ് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായത്. ഒപ്പം തന്നെ ബോബി ഒളിവിൽ പോകുമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. അതിനാൽ 41 നോട്ടീസ് പ്രകാരം വിളിക്കേണ്ട കാര്യമില്ല, അതിനാലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി ഉത്തരവും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. IPC അല്ല ഇപ്പോഴത്തെ നിയമമെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ചുമത്തിയ വകുപ്പുകൾ ജാമ്യം നിഷേധിക്കാൻ പോകുന്നതാണ് എന്നും അതിന്റെ ഒരു തീവ്രത, അതായത് പുതിയ നിയമസംഹിത വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരായ ലൈംഗിക ചൂഷണ പരാതികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാതികളിലൊക്കെ തന്നെ കുറച്ചുകൂടി അത് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിലവിൽ ജാമ്യം നോൺ ബെയിലബിൾ ആണ് എന്ന് പറയുമ്പോൾ പോലും കോടതിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് ജാമ്യം നൽകണമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. അത് പ്രോസിക്യൂഷൻ വളരെയധികം വിജയിച്ചു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ഇത് IT ആക്ട് കൂടി ഉൾപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് തെളിയിക്കുക, അതിന്റെ നിർവചനങ്ങൾ എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. പക്ഷേ പ്രോസിക്യൂഷന് ഈ ഒരു ഘട്ടത്തിൽ അതിൽ വിജയിക്കാൻ സാധിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ ആശുപത്രിയിലേക്ക് മാറ്റും. മറ്റു കാര്യങ്ങൾ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ റിപ്പോർട്ടിന്റെ മറ്റും അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ആശുപത്രിയിൽ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ തുടരുകയും ബോബി ചെമ്മണ്ണൂർ ആശുപത്രിയിൽ തുടരുകയും അവിടെ നിന്ന് ഒരു പക്ഷേ ഈ നിലവിൽ ലഭിച്ചിരിക്കുന്ന റിമാൻഡിൽ, അതായത് ജാമ്യം നിഷേധിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ഉത്തരവിനെതിരെ മേൽക്കോടതിയെ സമീപിക്കാനും സാധിക്കും. അത്തരത്തിലാണ് ഇനി അങ്ങോട്ട് ഇതിന്റെ നിയമവശങ്ങൾ പോവുക. അശ്വതി, എന്തായാലും പ്രതിക്കൂട്ടിൽ ബോബി ചെമ്മണ്ണൂർ തളർന്നിരുന്നു എന്നുള്ളതാണ്. ബോബിയെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ. ബോബിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്ത് തക്കതായ ശിക്ഷ നൽകണമെന്നതാണ് പ്രോസിക്യൂഷൻ ഇന്ന് വാദിച്ചത്. അതേസമയം ബോബി ചെമ്മണ്ണൂർ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല എന്നും ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഇപ്പോൾ ബോബി
ചെമ്മണ്ണൂരിനെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും അശ്വതി മോൾ നൽകിയത്.